എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിക്കണ ഗോൾഡൻ പപ്പായയുടെ അടുത്താണ്. അപ്പൊ ഗോൾഡൻ പപ്പായ കണ്ട നന്നായിട്ട് താഴന്നേ തുടങ്ങി കായ്ച്ചേക്കണേണ്. നമ്മ നട്ടിട്ട് ഒരു 4 മാസം കഴിഞ്ഞിട്ടുള്ളോട്ട് ഈ പപ്പായ മരം. സാധാരണ രീതിയിൽ ഗോൾഡൻ പപ്പായ നട്ട് കഴിഞ്ഞാല് കുറച്ച് വലുതായ ശേഷമാണ് പപ്പായ ഉണ്ടാവണത്. പക്ഷെ നമ്മുടെ പപ്പായ മരം താഴന്നേ കായ്ച്ചേക്കണേ. നമ്മിത് വിത്ത് പാകി മുളപ്പിച്ച തൈ തന്നെയാണ് കേട്ടാ. നമ്മുടെ വിത്ത് തന്നെ പാകി മുളപ്പിച്ച തൈയാണ്. അപ്പൊ നല്ല ഭംഗിയാണ് ഗോൾഡൻ പപ്പായ കാണാനായിട്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഉണ്ടാ പപ്പായ നല്ല യെല്ലോ കളറായിരിക്കുള്ളൂ. പഴുത്ത് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളില് റെഡ് കളർ തന്നെയാണ് കേട്ട പപ്പായക്ക്. പക്ഷെ ഇതിന്റെ ഇലകളൊക്കെ കണ്ടില്ലേ, ഇതിന്റെ തണ്ടുകളൊക്കെ നല്ല റെഡ് കളറാണ്. ഇലകൾക്കൊക്കെ നമ്മുടെ മറ്റുള്ള പപ്പായ അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങളുള്ള ഇലകളാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാല് ഇത് കായ്ച്ചെടുക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇതേപോലെ കണ്ട നിറച്ച് പപ്പായ ഉണ്ടായി വന്നേന്ന് കണ്ട. അപ്പൊ ഇത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നടാനായിട്ട്. പിന്നെ നമ്മുടെ ഈ പപ്പായ മരത്തിന് ഒരു പ്രശ്നം എന്ന് വെച്ചാല് നമ്മ ഇതിന്റെ ഇപ്പുറം തന്നെ ഒരു സപ്പോട്ട മരം നിപ്പുണ്ട് കണ്ട. ഈ സപ്പോട്ട മരത്തിന്റെ അടുത്തായതുകൊണ്ട് സപ്പോട്ട മരത്തിന്റെ കമ്പ് ഇങ്ങനെ വന്നതുകൊണ്ട് ഈ പപ്പായ ഇങ്ങനെ വളഞ്ഞു പോകുകയാണ്. ഇത് സൂര്യപ്രകാശം അനുസരിച്ച് വളഞ്ഞു പോവുകയാണ്. പിന്നെ പപ്പായ മരം നടുമ്പോ നമ്മൾ ശ്രദ്ധിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളക്കെട്ട് ഒട്ടും തന്നെ പാടില്ല. വെള്ളക്കെട്ടുള്ള സ്ഥലമാണെങ്കിൽ പപ്പായ മരം മഴക്കാലത്ത് മറിഞ്ഞ് വീഴും, വേരൊക്കെ ചീനിട്ട്. അപ്പം നമുക്കിപ്പോ ഇവിടെ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്താണ് നമ്മ പപ്പായ മരം നട്ടേക്കണത്. താഴെ മണ്ണിലാ നട്ടേക്കണുണ്ട്, ഡ്രമ്മിലൊന്നല്ല നട്ടേക്കണത്. നമ്മ നട്ടപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചാല് അടിയിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നട്ടുകൊടുത്തത്. പിന്നെ നമ്മ സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും നമ്മ ചെയ്തിട്ടില്ല. 2 പ്രാവശ്യം മാത്രം നമ്മ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുത്ത് വേറെ നമ്മ യാതൊരു പരിചരണങ്ങളൊന്നും നമ്മ ഈ പപ്പായ മരത്തിന് കൊടുത്തിട്ടില്ല. എങ്കിൽ കൂടിയും പപ്പായ മരം നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അപ്പൊ ഗോൾഡൻ പപ്പായ നട്ട് കഴിഞ്ഞാല് ഒരു മിക്ക ആൾക്കാർക്കും പപ്പായ ഇതേപോലെ പിടിച്ച് കിട്ടൂല. കാരണം പപ്പായ ഉണ്ടായി തന്നെ ഇടകളിൽ ഓരോന്നൊക്കെ ഉണ്ടാകുള്ളൂ. പിന്നെ കുറച്ചും കൂടെ വലുതായിട്ടാണ് ഉണ്ടാകാറ്. അപ്പൊ നമ്മ നടുമ്പോ നമ്മ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടണം. പിന്നെ അത്യാവശ്യം നമ്മ അടിവളം കൊടുത്ത് തന്നെ വേണം പപ്പായൊക്കെ നടാനായിട്ട്. പിന്നെ നമുക്ക് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും വെള്ളക്കെട്ടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പറഞ്ഞില്ലേ, വേരൊക്കെ ചീനിട്ട് പപ്പായ മരം മറിഞ്ഞ് വീഴും, പപ്പായയുടെ വളർച്ചയൊക്കെ പോകും. അപ്പൊ അതനുസരിച്ച് നമ്മ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്തും അതേപോലെ ഡ്രമ്മുകളിലൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് പപ്പായ നന്നായിട്ട് പിടിച്ചു കിട്ടും. പിന്നെ പപ്പായ പിടിച്ച് കിട്ടാനായിട്ട് നമ്മ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചാരിട്ട് കൊടുക്കാട്ടാ. പപ്പായക്ക് കുറച്ച് ചാരിട്ട് എടുത്തു കഴിഞ്ഞാല് ഈ പൂക്കളൊക്കെ പിടിച്ചു കിട്ടും. അപ്പൊ നമുക്ക് ഇടക്ക് മാസത്തില് ഒരു പ്രാവശ്യം നമ്മ ഒരു പിടി ചാരിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ നമുക്ക് പപ്പായ പൂവൊന്നും കൊഴിഞ്ഞു പോകാണ്ട് തന്നെ നമുക്ക് പപ്പായ പിടിച്ചു കിട്ടും. പിന്നെ നമ്മ ചെയ്യണ നമുക്ക് കടലപ്പിണ്ണാക്ക് നമുക്ക് സ്ലറി രൂപത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിക്കാൻ വെച്ചാൽ മതി കടലപ്പിണ്ണാക്ക്. എന്നിട്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് പപ്പായക്ക് വന്നതെന്ന് വെച്ചാല് ഈ ഇലകള് മുരടിപ്പാണ് വന്നത്. വൈറസ് രോഗങ്ങളൊക്കെയാണ് ഏറ്റവും അധികം നമുക്ക് പപ്പായ നട്ടതിന് എല്ലാവരുടെ പ്രശ്നം എന്ന് വെച്ചാല് വൈറസ് രോഗങ്ങൾ കൂടുതലാണ്. പക്ഷെ ഈ യെല്ലോ പപ്പായക്ക് പൊതുവെ വൈറസ് രോഗങ്ങൾ കുറവാണ്. എങ്കിൽ കൂടിയും നമ്മ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മ 2 ആഴ്ചയിൽ ഒരിക്കല് നന്നായിട്ട് തന്നെ ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കന്നെ വേണം. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് തടത്തിലും ഒഴിച്ചു കൊടുക്കാട്ടോ. അതെന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം. പപ്പായ നട്ടിട്ട് നമ്മ വൈറസ് രോഗം വന്ന ശേഷമോ അല്ലെങ്കിൽ മുരടിപ്പൊക്കെ വന്ന ശേഷം അല്ല ചെയ്യേണ്ടത്. നട്ട് ഒരു 15 ദിവസം കൂടുമ്പോ നമ്മ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. നമുക്ക് തണ്ടുകളിലും ഇലകളിലും തടത്തിലൊക്കെ ഒഴിച്ചു കൊടുത്തോ. അപ്പൊ തന്നെ നമുക്ക് ഒരുവിധം അസുഖങ്ങളൊന്നും പപ്പായക്ക് വരൂല. പിന്നെ നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻ കഴുകണ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇറച്ചി കഴുകണ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വീട്ടിലെ പച്ചക്കറികളുടെ വേസ്റ്റ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറികളുടെ വേസ്റ്റ് ഒക്കെ ഇടുമ്പോ നമ്മ തടത്തിൽ നിന്ന് വളരെ നീക്കിയിട്ട് വേണോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മ ഒരു വളവും കൊണ്ടുപോയി നമ്മ തടത്തിൽ ഇട്ട് കഴിഞ്ഞാല് പപ്പായയുടെ വേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോണതാണ്. അപ്പൊ നമ്മ ഒന്നും തന്നെ ഈ തടത്തിൽ നിന്ന് മാറി വേണം നമ്മ വളമൊക്കെ ഇട്ട് മൂടാനായിട്ട്. അപ്പൊ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പപ്പായ മരം കായ്ച്ചു കിട്ടും. അപ്പൊ എല്ലാവരും മഞ്ഞ പപ്പായയുടെ നമുക്ക് വിത്തുകൾ മേടിക്കാൻ കിട്ടും, തൈകൾ മേടിക്കാൻ കിട്ടും, നഴ്സറികളിൽ നിന്നൊക്കെ കിട്ടും. നമുക്ക്
എല്ലാവരും ഒരു മഞ്ഞ പപ്പായയുടെ തൈയും കൂടി മേടിച്ച് നടണം. നല്ലൊരു അലങ്കാര ചെടിയായിട്ട് വരെ നമുക്ക് വീട്ടുമുറ്റത്ത് നട്ടു വളർത്താൻ പറ്റിയതാണ്. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.